ചെങ്ങന്നൂരിലെ ABVP നേതാവായിരുന്ന വിശാൽ വി കുമാറിനെ ക്യാമ്പസ് ഫ്രണ്ട് മതഭീകരർ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് പുറത്തുവരും. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ രാവിലെ 10:30-ഓടെയാണ് കേസിലെ 19 പ്രതികളെ ഹാജരാക്കുന്നത്. 11 മണിയോടെ വിധി പ്രസ്താവം ഉണ്ടാകും. 2012 ജൂലൈ 17-നായിരുന്നു വിശാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വിശാലിന്റെ വീടിന് മുൻപിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ വിശാൽ എന്ന ആ യുവാവിനെ, ആ മികച്ച സംഘാടകനെ വേദനയോടെ അല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയില്ല. കാരണം ഈ പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ എത്തിയതായിരുന്നു ആ 19-കാരൻ. അപ്പോഴാണ് ഈ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ അതിക്രൂരമായി മറ്റ് വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് ഈ യുവാവിനെ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. ഗോകുൽ, ഇതിൽ നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തി, ശരി തന്നെ. മറുവശത്ത് ഇതിനെല്ലാം നേർസാക്ഷ്യമായിരുന്ന KSU SFI പ്രവർത്തകർ മൊഴി മാറ്റിയിരിക്കുകയാണ്. ആ മൊഴിമാറ്റം ഈ കേസിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? അശ്വതി, നിലവിൽ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടക്കം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലടക്കം ഈ കേസിലൊരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം കൃത്യമായിട്ട് വിചാരണ നടപടികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റ് സാക്ഷികളൊക്കെ കൃത്യമായിട്ട് ഈ മൊഴി കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഭാഗം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതായത് പ്രതികളായിട്ടുള്ള ആളുകൾക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ വിലയിരുത്തുവാനുമായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സൂചനകൾ പറയുവാനായിട്ടും സാധിക്കുന്നത്. എന്തായാലും 13 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ദേശീയതയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന, ദേശസ്നേഹം ജ്വലിക്കുന്ന ആർക്കും കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള, അവരുടെ ഒരു സഹചാരിയായിട്ടുള്ള വിശാലിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഉള്ള കാത്തിരിപ്പായിരുന്നു ഈ 13 വർഷക്കാലം. എന്തായാലും ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, ആ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണ്. വിശാൽ വധക്കേസിൽ അന്തിമ വിധിയിലേക്ക് കോടതി എത്തിച്ചേരുകയാണ്. 13 വർഷങ്ങളായിരുന്നു ആ കാത്തിരിപ്പുണ്ടായിരുന്നത്. ഇതിനിടയിൽ വലിയ തിരിച്ചടികളും ഒപ്പം തന്നെ വലിയ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ വിശാലിനെ സ്നേഹിക്കുന്നവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ മുളക്കുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയാണ് വിശാലിൻ്റെ വീട്. വിശാൽ താമസിച്ചിരുന്ന വീട് എനിക്ക് തൊട്ട് സമീപം കാണുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ നിലവിലിപ്പോൾ ആരുമില്ല. വിശാലിൻ്റെ പിതാവ്, അദ്ദേഹം വിശാലിൻ്റെ സഹോദരനോടൊപ്പം വിദേശത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഈ സമയം ആരുമില്ല. എന്തായാലും ഈ വിശാലിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് ഈ ഗ്രാമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗ്രാമത്തിൽ അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു വിശാൽ. ജനിച്ചു വളർന്നപ്പോൾ മുതൽ തന്നെ, അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് വിശാൽ വളരുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ ഗ്രാമത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ വിശാൽ സ്വന്തം മകനെ പോലെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.